കളം കാവൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു. നല്ല പ്രീ സെയിൽ ബുക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തലേന്ന് ദിവസം ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം കളം കാവൽ എന്ന സിനിമ കണ്ടു. യെസ്, ഇതൊരു മമ്മൂക്ക സിനിമയാണ്. എങ്ങനെയാണ് ഇത് മമ്മൂക്ക സിനിമയാകുന്നത്? ഇതിൽ മമ്മൂക്ക നായകനാണോ? അല്ല, മമ്മൂക്ക വില്ലനാണ്. യെസ്, വില്ലൻ്റെ പേരിൽ അറിയപ്പെടുന്ന സിനിമ. ഇതിൽ വില്ലനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, പക്കാ വില്ലൻ തന്നെ. അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. മമ്മൂക്ക, നിങ്ങൾ എന്ത് മനുഷ്യരാണ്? എങ്ങനെയാണ് ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത്? ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത് മാത്രമല്ല, അതെങ്ങനെയാണ് ഇത്രയും ഭംഗിയെ അഭിനയിച്ച് ഫലിപ്പിക്കുക? അത് കഴിവ് തന്നെയാണ്. മമ്മൂക്ക ഇതിന് ചെയ്ത ഒരു റോളുമായി സാമ്യമില്ല. ഏതെങ്കിലും ഒരു മമ്മൂക്കയുടെ അംശം പോലും ഈ ക്യാരക്ടർ കാണാൻ സാധിക്കുന്നില്ല. അതുതന്നെയാണ് മമ്മൂക്കയുടെ ക്യാരക്ടറും അഭിനയ പാഠവും. മമ്മൂക്ക ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ തേച്ച് മെനക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും തേച്ചാൽ മിനുങ്ങും. ഇനി മിനുങ്ങാനൊന്നുമില്ല, തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പത്തര മാറ്റി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക ഇപ്പോഴും. വാട്ട് എ പെർഫോമൻസ്! കാരണം ആ ഒരു സീൻ ബൈ സീൻ മമ്മൂക്ക എടുത്ത് വെച്ച എഫക്റ്റ്, ആ ഒരു സൈക്കോപാത്ത് ക്യാരക്ടർ, അതിൻ്റെ നോട്ടം, അതിലെ ഭാവം, വലിയ ഗിമ്മിക്കുകളൊന്നും കാണിക്കുന്നില്ല. ചില അംശമുള്ള നോട്ടമാണ്, ഒരു നാക്ക് പുറത്തോട്ടുള്ള ആ ഒരു ചലനമാണ്. അതൊക്കെയാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. വില്ലനായി വലിയ ഗിമ്മിക്കുകളോ അല്ലെങ്കിൽ ഭയങ്കര ലൗഡോ ഒന്നുമില്ല. സിമ്പിളാണ്. ആ സിമ്പിളിൽ കാണാം, ആ ചിരിയിൽ കാണാം ഒരു ക്രൂരത. ആ ചിരിക്കുന്നത് സന്തോഷമുള്ള ചിരിയല്ല, ഒരു സൈക്കോപാത്തിൻ്റെ ചിരിയാണ്. അത് നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ അത് തന്നെയാണ് മമ്മൂക്ക എന്നൊരു അഭിനയ പാഠം. സിനിമയുടെ അവസാനം ഈ വില്ലൻ എങ്ങനെ പിടിച്ചാൽ മതി എന്ന് തോന്നും. ആലോചിക്കണം, 400 സിനിമ നായകനായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മമ്മൂക്കയെ പിടിക്കണമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആ ഒരു അഭിനയ പാഠവും ആ ഒരു ക്യാരക്ടറെ നമുക്ക് അത്രയും വെറുപ്പ് രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നത് മമ്മൂക്ക എന്നവരുടെ ഇതിഹാസമാണ്. ഇനി സിനിമയിലേക്ക് വരാം. ജിതിൻ എന്ന സംവിധായകൻ്റെ ആദ്യ സംരംഭമാണ്. ജിതിൻ അതിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സംവിധാനം ചെയ്തു വെച്ച സിനിമയാണ്. ഇതിലേറ്റവും പ്രത്യേകത ക്യാരക്ടർ ഷിഫ്റ്റിംഗ് ആണ്, വിനായകൻ ആൻഡ് മമ്മൂട്ടി. കാരണം ഈ രണ്ട് ക്യാരക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ടാണ് ഈ പടത്തിന് ഇത്രയും ഡെപ്തും ഇത്രയും ഇൻട്രസ്റ്റിങ്ങും മാറിയത്. അതല്ലെങ്കിൽ ഒരു സാധാരണ പടമായി മാറേണ്ടതാണ്. കാരണം കുറേ പ്രശ്നങ്ങളുണ്ട്. ചെറിയ സ്ലോ ഫേസിൽ പോകുന്ന ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ ടൈപ്പ് സിനിമയാണ്. കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത്രയും ഭയങ്കര എക്സ്പെക്റ്റേഷനുള്ള ആൾക്കാർ കാണുകയാണെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന ഹൈ മൊമെൻറ്റ്സുകളോ അല്ലെങ്കിൽ ഒരു മാസ് പടത്തിന് വേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു നോർമൽ ക്ലാസിക് ക്രൈം ത്രില്ലർ സിനിമയാണ് ഈ സിനിമ. ഇതിൽ വിനായകൻ്റെ റോൾ എടുത്തു പറയണം. വിനായകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എന്നെ പിടിച്ചു കെട്ടിയാണ് അഭിനയിച്ചത്. അത് ഈ ഒരു റോളിന് അത്യാവശ്യമാണ്. കാരണം വിനായകൻ്റെ ഓവർ ചലനങ്ങളോ ഭാവങ്ങളോ ഇല്ലാതെ ഒരു നോർമൽ ആ രീതിയിൽ തന്നെ വിനായകൻ അഭിനയിച്ച് വെച്ചിരിക്കുന്നു. വിനായകൻ ഈസ് എ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ പടത്തിൽ വച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സുകൾ ഒരുപാട് പേരുണ്ട്. പിന്നെ നായികമാർ 21 നായികമാർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക വിനായകൻ തമ്മിലുള്ള ഒരു മോശൻ ക്യാറ്റ്, അതും രസമായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഇൻ്റർവെല്ലിലേക്ക് ബ്ലോക്കിലേക്ക് നല്ല രീതിയിൽ എൻഡ് ചെയ്തു. പിന്നെ അവസാനം എങ്ങനെ പിടിച്ച എന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ സിനിമ അവസാനിച്ചു. ഒരു നോർമൽ വാച്ചിലായി കാണാൻ പറ്റുന്ന മമ്മൂക്ക വിനായകൻ പെർഫോം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമയാണ് കളങ്കാവൽ. XM channel, please subscribe and like.